ലോകത്ത് സമാധാനം വേണമെങ്കിൽ ചെറുതാവാനും വിട്ടുകൊടുക്കാനും പഠിക്കണമെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് അതിരൂപതയുടെ സഹകരണത്തോടെ നടത്തിയ ക്രിസ്മസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് അതിരൂപതയുടെ സഹകരണത്തോടെ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് നൽകുന്നത് മാനവ സാഹോദര്യത്തിന്റെ സന്ദേശമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവം മനുഷ്യനായി ചെറുതായി എന്നതാണ് ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിട്ടുകൊടുക്കാനും ചെറുതാവാനുമാണ് യേശുക്രിസ്തു പഠിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നും ക്രിസ്മസ് ആണെങ്കിൽ അവിടെ സമാധാനമുണ്ടാവും, സന്തോഷമുണ്ടാകും, ആനന്ദമുണ്ടാകും, പങ്കുവയ്ക്കലുണ്ടാകും. അതുപോലെ ഒരു ക്രിസ്മസ് സംസ്കാരം നമ്മളിലും നമുക്ക് ചുറ്റുപാടിലും വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഒന്നാമതായിട്ട് ക്രിസ്മസിന്റെ സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം മനുഷ്യനായി എന്നുള്ളതാണ്. അത് വലിയ അത്ഭുതം തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവം പഠിപ്പിക്കുന്ന പാഠം എന്താണ്? നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് സമാധാനമുണ്ടെങ്കിൽ, സമാധാനം വേണമെങ്കിൽ ചെറുതാകാൻ പഠിക്കണം, എളിമപ്പെടാൻ പഠിക്കണം, വിട്ടുകൊടുക്കാൻ പഠിക്കണം. ആ വലിയൊരു പാഠമാണ് ദൈവം ക്രിസ്മസ് വഴി നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. IMA ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. അതിരൂപത വികാരി ജനറൽ മോൺ ജെൻസൺ പുത്തൻവീട്ടിൽ, ഫാദർ സൈമൺ പീറ്റർ, പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് K സുരേഷ്മ, ജോയിന്റ് സെക്രട്ടറി O സയ്യിദ് അലി ശിഹാബ്, KUWJ സംസ്ഥാന കമ്മിറ്റി അംഗം PV അരവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി PK സജിത്ത് സ്വാഗതവും വൈസ് പ്രസിഡന്റ് A ബിജുനാഥ് നന്ദിയും പറഞ്ഞു. കലാപരിപാടികൾ, ക്രിസ്മസ് വിരുന്ന്, കേക്ക് വിതരണം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.